എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഒരുപാട് പേരോട് നമുക്ക് നന്ദി പറയാൻ സാധിക്കും. ഞാൻ ഈ സൂം കോളിൽ ഒരു നറേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫസ്റ്റ് ഹാഫിൽ പടം തുടങ്ങിയ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരുന്ന ഒരു സീൻ എത്തി. ഞാൻ ആ സീൻ നറേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് സോറി ബട്ട് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു എങ്ങനെ ഷൂട്ട് എങ്ങനെയാണ് അത് പുൾ ഓഫ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ എടുക്കാം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഒരു മെത്തേഡ് ഉണ്ട്, അത് എടുക്കാൻ പറ്റും. അതെയോ ഇത് നടക്കുന്ന കാര്യമല്ല, ഇത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നോട് പറഞ്ഞു. അദ്ദേഹം ഇന്നും അതേ സ്ട്രീമിംഗ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ആർ ലിസണിംഗ്, ഞാൻ ആ സീൻ ഷൂട്ട് ചെയ്തിട്ടോ. മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഞാൻ പറഞ്ഞൊരു ബാഹുബലി, ആ ബാഹുബലി കൊണ്ടാണ് ഒരു ലോകം മുഴുവൻ തെലുങ്ക് സിനിമയെ വളരെയധികം സ്വീകാര്യത നേടിയത്. ഒരു KGF അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ കൊണ്ടാണ് കന്നഡ, അതുപോലെ പിൽക്കാലത്ത് ഇനി വരുന്ന കാലത്ത് മലയാള സിനിമ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ പോകുന്നത്. ഒരു സ്വപ്നമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് സ്വപ്നങ്ങൾക്ക് അതിരില്ല എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരോട് നന്ദി. ഈ അവസരത്തിൽ ഞാൻ പറയണം, താങ്ക് യു സോ മച്ച്. വി ക്രിയേറ്റഡ് സംതിങ് ബിഗ് ആൻഡ് വി ആർ പ്രസന്റിങ് ഇറ്റ് യു. ഞങ്ങളൊരു കാര്യമുണ്ടാക്കി അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു. അതാണ് ഒരു സ്വപ്നത്തിൽ ബിലീവ് ചെയ്യുന്നതും ബിലീവ് ചെയ്യാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം.